ഫിസിയ 77 എന്നുള്ളത് 77 ഇയറിലായി 1977 SM കോളേജ് കണ്ണൂരിൽ നിന്ന് BSc ഫിസിക്സ് പാസ്സായ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അതിപ്പോൾ കൂട്ടായ്മ വളർന്ന് വൃദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. ഓവർ ദ കോഴ്സ് ഓഫ് ഇയേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആദ്യം ഭർത്താക്കന്മാരും ഭാര്യമാരും മെമ്പർമാരായി, പിന്നെ കുട്ടികളായി, ഇപ്പോൾ കുട്ടികളും എല്ലാം മെമ്പർമാരോ അല്ലെങ്കിൽ അസോസിയേറ്റ്സായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നൊരു ചടങ്ങാണ്. ഈ വർഷം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ശുഷ്കമായൊരു പാർട്ടിസിപ്പേഷനേ ഉള്ളൂ. എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അതിലൊന്നിപ്പോൾ നേരത്തെ മിസ്റ്റർ ഗിരീശൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയ് 1 ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പലരും വരാതിരിക്കുന്നതാണോ എന്നൊരു സംശയം. ടീച്ചേഴ്സിനും വാർദ്ധക്യം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സഹദേവ് സാറിനായാലും രമൺ ടീച്ചറായൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. സഹദേവ് സാറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാനൊരു പേടിയാണ്. പിന്നെ ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടെന്ന് വിചാരിച്ചില്ല. കാരണം അവരെ കൂട്ടി വരാൻ വേണ്ടി നമ്മൾ പോയാൽ വരും. പക്ഷെ പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ മിസ്റ്റാൻസാണെങ്കിൽ നമ്മൾക്കത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഇല്ലാത്തത്. മാണി സാറിനെ ഞാനും രവീഷിനും കൂടെ ഇതിനിടെ ഒരു ദിവസം പോയി കണ്ടിരുന്നു. മാണി സാറും വരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ വന്നില്ല. സഹദേവൻ സാറിന് എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേരും കൂടി ഒരു പ്രാവശ്യം പോയി കണ്ടിരുന്നു. സോ ഈസ് രമൺ ടീച്ചർ. പക്ഷേ എല്ലാവർക്കും വരാനുള്ളൊരു ഇതാണ്. പിന്നെ അതിനേക്കാളുപരി ഇപ്പം ഗിരീശൻ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ മെയ് 1 എന്നുള്ള ചൂട് കാലത്തെ ദിവസം മാറ്റിയിട്ട് തണുപ്പ് കാലത്ത് വന്ന് നമുക്ക് കൂടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അതെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാ മെമ്പർമാരും ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ഇരിക്കുന്ന ഉത്തമ കുടുംബിനികളൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതുമാതിരി നമുക്ക് പങ്കുചേരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹം ജയന്റെ ഞങ്ങളുടെ അടുത്താണ് ഹിന്ദി ക്ലാസ്സിൽ റീഡിംഗ് ഹിന്ദി ഉണ്ടായിരുന്നു. എന്നാണ് ഹിന്ദി ക്ലാസ്സിൽ ഇരിക്കുന്നത്. പിന്നെ ഡിഗ്രിക്ക് വന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും പലരുടെയും അതില് പിന്നെ എന്താ പറയാ മുഖം തെളിഞ്ഞു വരാത്ത കുറെ പേരുണ്ട് ഇപ്പോഴും. ഞാനിപ്പോ അന്വേഷിച്ചു. ഇപ്പൊ ഹരിദാസൻ ഉണ്ടായിരുന്നു, ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു, ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ തന്നെ കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നില്ല. അതുപോലെ നിങ്ങളിപ്പോ 2 വനിതകൾ 2 പേര് മാത്രമാണ് വന്നത്. അല്ല, നിർമ്മലയില്ല, രാജൻ മാരിജാതാണ് തോന്നുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരിജാത എന്ന് പറയുന്നത്. കൽപ്പകത്തിനൊന്നും ഞങ്ങൾ പിന്നീട് കണ്ടതേ ഇല്ല. എന്താ കമലാക്ഷി അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ല. അവരെ കെമിസ്ട്രിയിലുള്ളവരൊന്നും അവർക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ആരെവിടെ ഉണ്ട് എന്നുള്ള ഒരു ചെറിയ ഞാൻ TN വേണുഗോപാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹൈദരാബാദിലായതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് താമസം എന്ന് സത്യമാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയായിട്ട് നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ ഇനിയും ഇതുമായുള്ള സൗഭാഗ്യം ജീവിതത്തില് ധനസമ്പാദനം മാത്രമല്ല. ഇപ്പൊ നാഗേഷ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരുപാട് വരും. നതോന്നത ഇവിടുത്തെ ഓർമ്മയുണ്ടല്ലോ. നതോന്നത മലയാളത്തിൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. നതോന്നത കുചേല വൃത്തം വെറ്റിപ്പെട്ട് നതോന്നതയിലാണ്. മഹാകവി കുമാരനാശന്റെ കരുണ നതോന്നത വൃത്തമാണ്. അതായത് ഉയർച്ച താഴ്ച ഉയർച്ച താഴ്ച അതാണ്. അപ്പൊ ജീവിതത്തിൽ ധനസമ്പാദനം മാത്രമല്ല, മഹാകവി കുമാരനാശന്റെ കരുണ 100-ാം വർഷം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ 151-ാം വാർഷികം. കുമാരനാശന്റെ 151-ാം ജന്മദിനമായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ട് ബലഹീനരുടെ പത്രത്തിലും ഇതിലെ പ്രക്ഷേപണം ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് ഞാൻ രവീഷന് അയച്ചിട്ടുണ്ട്. രവീഷൻ സത്യന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കിപ്പോ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു എല്ലാവരും. അല്ലെ, വേദനകളൊന്നും ഇല്ലാത്ത ഒരു വാർദ്ധക്യം ജീവിത സായാഹ്നത്തിൽ എത്തിയിരിക്കുന്നതാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇനി എത്ര വർഷം ഇതേമാതിരിയുള്ള നല്ല മധുരാനുഭൂതികളോട്
മധുരസ്മരണകൾ അയവിറക്കൊണ്ടുള്ള ഒരു ജീവിതം വേദനകളൊന്നും ഇല്ലാതെ അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അധികം കഴിയുന്നു വരാറുണ്ട്. May 1st will be a hot day. So much so we were now 50th year, sorry. 50 വർഷം മുന്നേ അതൊക്കെ വലിയ സംഗതികളായിരുന്നു. 30 വർഷം 35 വർഷം 47 വർഷം 35 വർഷം മിനിമം ഞങ്ങളെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ സ്കൂൾ കോളേജിൽ നിന്ന് ടൂർ സ്റ്റഡി ടൂറൊക്കെ പോകുമ്പോൾ ഗൈഡായിട്ടും നമ്മളെ ഒരു വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിട്ട് കൊണ്ടുവന്ന് അതിന്റെ മുന്നത്തെ വർഷമല്ലേ? അതിന് മുന്നത്തെ വർഷം അതെ, അതുപോലെ ഫിസിക്സ് ലാബിന്റെ അസിസ്റ്റ് ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് കോട്ടയത്താവുള്ളൂ. എൻ്റെ പേര് രാമേന്ദ്രൻ. കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് താമസം തലശ്ശേരിയാണ്, കോടിയേരി. ഞാൻ രാജനും എല്ലേശ്ശേരി ഒളപ്പുറം സ്വദേശിയാണ്. കുഞ്ഞുമംഗൽ ഹൈസ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യയുടെ അനിയത്തി കണ്ണൂർ എസ് എൻ കോളേജിലെ ടീച്ചറാണ്, ശ്രീലത, മലയാളം വിഭാഗം. ചെറുകുന്ന് കതിർവെക്കം നിറക്ക് സമീപം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത വീട്. ഇപ്പോൾ ഈ ഒരു അപൂർവമായിട്ടുള്ള 47ാമത്തെ ഫിസിക്സ് ഗെറ്റ് ടുഗദർ സംബന്ധിക്കാനുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ചു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ബോംബെ യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് you have noticed one thing with Satish. Okay, Satish and Sherin were talking about language, proficiency in language. See, because of myself and Pushkaran did BTech after this. After BSc, we went to Cochin University. We got BTech in Polymer Science, and life went on like that. But every stage, what we noticed is whoever has come up academically bright has a very strong language base. See, whatever be the mode of examination, whether it is vocal, written, objective or subjective, you will get more marks if you have a command over the language. അത് മലയാളം ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, ഇനി എന്ത് ലാംഗ്വേജ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും, അപ്പോൾ ആ ലാംഗ്വേജിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം along with your subjects. That's what I want. You agree with me, no? 100%. Yes, thank you. അധ്യാപിക ഷെറിൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചു, ടീച്ചറിനെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. കഴിഞ്ഞ 8-9 മാസമായി ഞാൻ പ്രിൻസിപ്പളായിട്ട്. അപ്പോൾ ഇതൊരു ഫിസിക്സിൻ്റെ തന്നെ 4ാമത്തെ 5ാമത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയധികം പരിപാടികൾ നടത്തുന്ന ഒരു അലുമിനൈ നമ്മളെ കോളേജിൽ തീർച്ചയായും ഇല്ല. കണ്ണൂർ എസ് എൻ കോളേജിൽ, മറ്റു പല കോളേജിലും വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു അലുമിനയാണിത്. പലരും, സതീഷ് സാറായാലും സുരേഷ് ബാബട്ടായാലും ഗിരീഷ് സാറായാലും എല്ലാവരുടെയും നേതൃത്വം എന്ന് പറയുന്നത് 47 കൊല്ലത്തോളം ഇപ്പോഴും കോളേജുമായിട്ടുള്ള ബന്ധം തുടരുകയും, കൂടാതെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റ് നിരവധി അസിസ്റ്റൻസും കൊടുക്കുന്ന ഒരു ബാച്ചാണിത്. ഞാനത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കിയത്. കാരണം മുൻകാലങ്ങളിൽ ഞാൻ പ്രിൻസിപ്പളല്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടപ്പുറത്താണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ 1997 മുതൽ കണ്ണൂർ എസ് എൻ കോളേജിലുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഇങ്ങനെ ഒരു വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു അലുമിനൈ ആണ് തൊട്ടടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു അലുമിനൈ ഒന്നും ഉണ്ടായില്ല. 2 വർഷം മുമ്പാണ് ഇംഗ്ലീഷിൽ ഒരു അലുമിനൈ ഫോം ചെയ്തത്.
അത് തന്നെ ഇപ്പോൾ പിന്നെ 400 ആളുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് ഡെയിലി അടിയാണ്. കാരണം ഇംഗ്ലീഷുകാരുടെ ഒരു സ്വഭാവം അതാണ്. ടീച്ചർക്കറിയാം ഇംഗ്ലീഷുകാർ വിരിച്ചെടുത്ത് കിടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ലേറ്റായതിന് ക്ഷമ ചോദിക്കുകയാണ്. വണ്ടി ലേറ്റായി. എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 1/2 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ എന്നെ ഈ പരിപാടിക്ക് ഇനി ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 മാസം കൂടി പ്രിൻസിപ്പളായിട്ട് ഇരിക്കുള്ളൂ. അടുത്ത വർഷം എൻ്റെ റിട്ടയർമെൻ്റ് ആണ്. മിക്കവാറും പെർമനൻറ്റ് പ്രിൻസിപ്പളായിട്ട് ഒരാൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ജൂലൈ വരെ. എനിക്കും താല്പര്യം അതാണ്. തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പടിയിറങ്ങുക എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഫിസിക്സ് 77 കൂട്ടായ്മ ഈ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഭാവിയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I request Ravi Krishnan to call out the name of the awardees. ഫൈനൽ ഇയർ MSc പഠിക്കുന്ന എക്സാമെല്ലാം കഴിഞ്ഞു. എക്സാമെല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇനി പ്രൊജക്റ്റ് അതൊക്കെ ബാക്കിയുണ്ട്. പേര് അക്ഷയ. ഞാൻ വീട് മേലൂരാണ്. ധർമ്മടം. പിന്നെ പാരൻസ് അച്ഛൻ കൂലിപ്പണിയാണ്. അമ്മ റിട്ടയർഡായിട്ട് ഗവൺമെൻറ് സർവീസ് റിട്ടയർഡാണ്. Single child? അല്ല, ഏച്ചിയുണ്ട്. Okay, sure. എൻ്റെ പേര് അനുശ്രീ. ഞാനിപ്പോൾ 3rd ഇയർ ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ വീട് പാപ്പിനിശ്ശേരിയാണ്. ഇപ്പം അമ്മ കൂടെ വന്നിട്ടുണ്ട്. അച്ഛൻ ഏട്ടൻ ഇവരാണ് എൻ്റെ വീട്ടിലുള്ളത്. ഇനിയിപ്പോൾ PG ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഫിസിക്സിലേക്ക് തന്നെ അതായത് ഫ്യൂച്ചറിൽ നോക്കുന്നുണ്ട്. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെ ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് ഗിരീഷൻ സാറ് പിന്നെ രവികൃഷ്ണൻ സാർ ഇവരെ കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് ഇപ്പോൾ പേരറിയാം. പിന്നെ HOD പിന്നെ വിപിൻ സാറ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഇതുപോലെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതും എല്ലാം നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ അലൂമിനി മെമ്പേഴ്സിനും ഫിസിയ 77 എല്ലാ ടീംസിലെ അംഗങ്ങൾക്കും നല്ലത് മാത്രം വന്ന് നല്ല ഒരു ആശംസ നേരുന്നു. First of all, I would like to thank everyone for organizing such an event, and the appreciation you offered actually means a lot. So thank you everyone. And currently now I am pursuing my MSc from Central University of Kerala. Anyway, I will miss all my teachers from my BSc in SM College. Once again, thank you everyone. Thank you. സുരേഷ് ബാബു സർ 82 ബാച്ച്, സുരേഷ് സർ 81 ബാച്ച്, പിന്നെ ഫിസിയ 77 മറ്റെല്ലാ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോളേജിലെ പിന്നെ ഡിഗ്രി PG സ്റ്റുഡൻസിന് ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. അതുപോലെ ഫിസിക്സ് അലൂമിനിയും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലാത്തത്ര ദൃഢമായ ബന്ധമാണ് ഈ അലൂമി ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റുഡൻസും തമ്മിൽ കോളേജിൽ നിലനിൽക്കുന്നത്. അതുപോലെ ഞാൻ ജസ്റ്റ് ഇന്നലെ നടന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഇലാബറേഷൻ നടത്താമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഗിരീശൻ സാറ് SM കോളേജിൽ വന്നിരുന്നു. നമ്മളുടെ ലാബ് റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഒരു 11 മണി മുതൽ ഏകദേശം 1 മണിയോളം ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെൻഡ് ചെയ്തു.
അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി UG പേപ്പർ വാല്യൂഷൻ ക്യാമ്പ് പാരലി അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങൾ രണ്ടുപേരെയും കുറേ സമയം കാണാതിരുന്നപ്പോൾ അവരന്വേഷിച്ചു നിങ്ങൾ എവിടെയാണ് പോയെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്താണ് മീറ്റിങ്ങിൻ്റെ കണ്ടന്റ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഫിസിക്സിൻ്റെ ലാബ് റിനോവേഷന് വേണ്ടിയിട്ട് വലിയൊരു ധനസഹായം. അത് എത്രയാണെന്നുള്ള തുക കേട്ടപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ തരുന്ന ഒരു അലൂമിനി ശരിക്കും പറഞ്ഞാൽ സങ്കല്പത്തിൽ മാത്രം എന്നാണ് പല അധ്യാപകരും കമൻറ്റ് ചെയ്തത്. അപ്പോൾ അത്രയേറെ ഫിസിക്സിന് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലാണ് അലൂമിനി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, കോളേജിൽ എന്ത് പ്രോഗ്രാം ആണെങ്കിലും അതിന് അലൂമിനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പുഷ്പരാജൻ സാറും രവികൃഷ്ണൻ സാറും ഇല്ലാത്ത ഒരു പ്രോഗ്രാം പോലും കോളേജിൽ നടക്കാറില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പാരിറ്റീവ്ലി യങ് ടീച്ചേഴ്സാണ് ഇപ്പം കൂടുതലും. സീനിയേഴ്സൊക്കെ റിട്ടയർ ചെയ്ത് പോയൊരു ഗ്യാപ്പിൽ ഞങ്ങൾ യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസസും കൃത്യസമയത്ത് തന്നുകൊണ്ട് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ കാരണവന്മാരെ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ അലൂമിനി മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു സഹകരണം എന്നും ഉണ്ടാവട്ടെ എന്നും, അതുപോലെ ഈ 47th മീറ്റ് പോലെ ഇനിയും ഒരു 10-30 വർഷം അല്ലെ അതിൽ കൂടുതലോ വർഷങ്ങളിൽ എല്ലാവർക്കും മീറ്റ് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാ നന്മകളും സർവേശ്വരൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് രാവിലെ അനുസരിച്ചൊരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങിയതുകൊണ്ടാണ് വൈകിട്ടുള്ളത്. അപ്പോൾ അനുശ്രീ നമ്മളുടെ ബ്രണ്ണൻ കോളേജിൽ UG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം SL PGക്ക് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ PG പ്രോജക്റ്റിലൂടെ PGയിൽ എക്സ്റ്റേണൽ പ്രോജക്റ്റ് ചെയ്തതിലൂടെ അനുശ്രീക്ക് പിന്നെ ഗ്രീസിലെ ക്രെറ്റെ യൂണിവേഴ്സിറ്റിയിൽ മേരി ക്യൂറി ഫെലോഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ എയ്ഡഡ് സെക്ഷനിൽ നിന്നും ഒരു കോളേജസിൽ നിന്നും, എയ്ഡഡ് അല്ല സർ, ഗവൺമെൻറ് ഉൾപ്പെടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ഓർഡിനറി കോളേജിൽ നിന്നും ഇതുവരെ ആരും ഈ ഒരു സ്കോളർഷിപ്പ് വിൻ ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, ശരിക്കും റെക്കോർഡാണ് കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് SM കോളേജിൽ നിന്ന് PG കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിസംബറിലാണ് ഞാൻ ഈ PhD പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തത്. അതിന് നമ്മളെ CV-യും റെക്കമെൻഡേഷൻ ലെറ്റേഴ്സും മാസ്റ്റേഴ്സ് തീസിസും ഒക്കെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത്. അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 2 ഇൻ്റർവ്യൂവിന് ശേഷമാണ് എനിക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. 4 വർഷത്തെ ഗവേഷണം ചെയ്യാനാണ് ഈ ഫെലോഷിപ്പ് ഗ്രീസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ക്രീറ്റിൽ. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമാണ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടത്. PhD പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ്. ഈ PhD പൊസിഷൻ ഫണ്ട് ചെയ്യുന്നത് ഈ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് അത് കിട്ടിയതാണ്. ഈ സ്കോളർഷിപ്പ് ഈ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എന്നോട് പറഞ്ഞത്, ഞാൻ മാസ്റ്റേഴ്സ് പ്രൊജക്റ്റ് ചെയ്തത് MG യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സാറിന്, രഞ്ജൻ രാജൻ ജോൺ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്തായിരുന്നു. സാറാണ് ഞാൻ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു സ്വീഡനിലുള്ള ഒരു സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സാറാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു PhD പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ആ സാറും പിന്നെ എൻ്റെ MG യൂണിവേഴ്സിറ്റിയിലെ സാറും പിന്നെ ആ സ്വീഡനിലെ സാറും പിന്നെ രമ്യ മിസ്സാണ് എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എഴുതി തന്നത്. നമ്മുടെ ഫിസിക്സ് അലൂമിനി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഫിസിയ 77 എന്ന് പറയുന്നത് നമ്മളുടെ കോളേജിലെ കുട്ടികളെയും ഡിപ്പാർട്ട്മെൻറ്റെയും എല്ലാ സമയങ്ങളിലും എല്ലാ വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇതിൽ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു സഹായം എന്ന് പറയുന്നത് പല കുട്ടികളോടും നമ്മൾ ചോദിക്കാറുണ്ട്. അവരുടെ എഡ്യൂക്കേഷന് അവർ ഈ പൈസ നിങ്ങൾ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്ന എമൗണ്ട് യൂസ് ചെയ്യാം. അവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
അത് പലപ്പോഴും ഏറ്റവും അത്യാവശ്യമുള്ള കൈകളിൽ തന്നെയാണ് എത്തുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സഹായം നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. അത് എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സഹായം തന്നെയാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫിസിയോ സയൻസിൻ്റെ ഭാഗമായിട്ട് ഗിരീഷൻ സാറ് നമ്മളെ കോളേജിലെ ലാബിൻ്റെ റെനോവേഷനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് 10 lakhs ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനിയുള്ള വർഷങ്ങളിൽ വരുന്ന കുട്ടികൾ അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടാനും അതുവഴി ഏറ്റവും നന്നായിട്ട് ഇപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം നമുക്ക് PG റാങ്ക് ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഡിഗ്രിയിലെ റാങ്ക് വന്നിട്ടുണ്ട്. അപ്പം അക്കാഡമിക്കലി നമുക്കങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന തന്നെ നിങ്ങളെപ്പോലെയുള്ള വലിയ ആൾക്കാരുടെ വലിയ സഹായം കൊണ്ട് മാത്രമാണ്. ആ സഹായത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡേറ്റിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനിതൊരു നാട്ടിലുള്ളപ്പോഴൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ആക്ച്വലി ഈ ഗ്രൂപ്പിനെ പറ്റി എപ്പോഴും ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പം എനിക്കെന്നെ തോന്നുന്നു, ഇപ്പം 1977 മുതൽ ഒരു വർഷമില്ലാണ്ട് 47 years ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടത്തുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഞാനൊക്കെ പാസ് ഔട്ട് ആയത് 1994 എന്നിട്ടും നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നടത്തുക വെച്ചാൽ എത്ര ചാലഞ്ചിങ് ആണെന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഈ ഇവർ ചെയ്യുന്ന സ്കോളർഷിപ്പും എല്ലാം തന്നെ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ഫിസിക്സ് 77 എല്ലാ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് ഗിരീഷ് സാറിനെയും അതിന് റിയലി ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ വേറൊരു വാക്ക്, ഇപ്പോൾ ഗിരീഷൻ സാർ പറഞ്ഞതാണ്, ഇപ്പം നിങ്ങളൊക്കെ സ്കോളർഷിപ്പ് വാങ്ങിച്ചു, അക്കാഡമിക്കലി നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഗിരീഷൻ സാറ് പറഞ്ഞതോടെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, നമ്മളെ ഹ്യൂമിലിറ്റി എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. പണ്ട് ചെറുപ്പത്തിൽ അച്ഛനൊക്കെ എന്നെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരോടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ 100 വാങ്ങിക്കാം, ഇതാണ് ഒരൊറ്റ ഇത്. വേറെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ആരും നമ്മളോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഇഫ് യു ആർ അക്കാഡമിക്കലി ബ്രില്യൻറ്റ് യു മേ ബിക്കം എ ബിഗ് നല്ല ജോലി സ്ഥലത്തെത്തും ഒക്കെ ചെയ്യും. പക്ഷേ ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് ഇൻ ലൈഫ്, അക്കാഡമിക്സ് മാത്രം പോരാ, അതിൻ്റെ കൂടെയുള്ള മറ്റ് ഫാക്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പാരൻസുമായിട്ടുള്ള കണക്ഷൻ, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻ എല്ലാം തന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാലേ നമുക്കൊരു സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് ആവാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും അതിന് കേപ്പബിളാണ്. അപ്പം നിങ്ങൾ അക്കാഡമിക്സിൻ്റെ കൂടെ ഈ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ ഈ ഞാൻ പറഞ്ഞ എല്ലാം അറിയാമല്ലോ, നമ്മൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആളുകളുടെ റെസ്പെക്റ്റ് പെരുമാറുക, ഹ്യൂമിലിറ്റി, ഇതെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മാത്രമേ ലൈഫിൽ ഇപ്പം ജസ്റ്റ് അക്കാഡമിക്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ലേറ്റർ ഓൺ ലൈഫിൽ, ലോങ് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഫാക്ടേഴ്സും കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. പിന്നെ ഇവിടെ വേറെ പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ മെജോറിറ്റിയും പെൺകുട്ടികളാണ് ഇവിടെ ഈ സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ചത്. വേറൊരു ട്രെൻഡ് നമ്മൾ കാണുന്നത്, ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, ബട്ട് ലേറ്റർ ലൈഫിൽ അവർ പലരും ഹൗസ് ഹോൾഡ് ഇതിലുമൊക്കെ ആയിട്ട് അവർ ഇപ്പം ജോലി സ്ഥലത്ത് തന്നെ എംപ്ലോയ്മെൻറ്റ് ജെൻഡർ ഇതെടുത്തു കഴിഞ്ഞാൽ ലേഡീസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം മാരീഡൊക്കെ കല്യാണം കഴിഞ്ഞാലും എല്ലാം തന്നെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ പെർസ്യൂ ചെയ്യണം. ഓക്കെ, സോ നെവർ ഗിവ് അപ്പ് ആൻഡ് ഓൾവേസ് കീപ് ദിസ് ഗോയിങ് ഇൻ യുവർ ലൈഫ് ഓൾ ദ ടൈം. താങ്ക് യു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ തുടക്കത്തിൽ പറയാൻ പോയി, വേദിയിലിരിക്കുന്ന എല്ലാവരോടും താങ്ക്സ്. പിന്നെ ഇതുപോലെ എല്ലാ വർഷവും എന്നെ വിളിക്കുന്നതിനും ഈ ഗ്രൂപ്പിനും എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഓൺ ദ സ്കോളർഷിപ്പ്. ഇന്നത്തെ ഫിസിയോ 77 ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ സതീഷ്, അതുപോലെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഗിരീഷ്, HOD ശ്രീമതി രമ്യ മാഡം, മിസ്റ്റർ വിപിൻ, 77 ബാച്ചിലെ അലൂമിനി മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്ത് MK സുരേഷ് ബാബു. അത് ഈ SNCPA രൂപം കൊണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരം അല്പം ഒന്ന് ശമിച്ചത്. കാരണം മറ്റൊന്നുമല്ല, അതുവരെ നമ്മൾ അഹങ്കരിച്ചിരുന്നത് ഫിസിക്സ് അലൂമിനി 81 ആണ്, അവിടെ നടഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ചെറിയൊരു തടസ്സം ഈ രവികൃഷ്ണനും പുഷ്കരാക്ഷനും ഉണ്ടാക്കി. അപ്പോൾ നമ്മളെക്കാൾ അതിൽ പിന്നീട് നോക്കിയപ്പോൾ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെക്കാൾ കരുത്തരായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഈ ഫിസിയ 77ഉം അലൂമിനി 81
തമ്മിൽ നമ്മളിപ്പോൾ ബയോളജിയിലും ഫിസിക്സിലും എല്ലാം എന്തെങ്കിലും കമ്പാരിസൺ ചെയ്യുമ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം സാമ്യതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഈ രണ്ട് ടീമും ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, കോളേജിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പത്രത്തിൽ ഫോട്ടോ വരിക എന്നുള്ള ഒരു മിനിമം ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നു, ചിലപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ കുറേ ഫോട്ടോസ് വരും, അതിനപ്പുറം ഇതങ്ങനെ പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്തായാലും മുന്നമാഷ മകൻ ഇവിടെ ഉണ്ടായിരുന്നു, വന്ന് സംസാരിച്ച് കേട്ടു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെയും നമ്മളെ അന്ന് വിദ്യാഭ്യാസം നൽകിയത് അനുഗ്രഹിച്ച നമ്മുടെ അധ്യാപകരെ കോളേജിൽ വെച്ച് ആദരിക്കാനും നമ്മുടെ ഒരു ഫിസിക്സ് അലൂമിനി 81 പ്രോഗ്രാമിൽ ഈ അധ്യാപകരൊക്കെ നമുക്ക് ആദരിക്കാൻ പറ്റി. അന്ന് രമ ടീച്ചർ ഉണ്ടായിരുന്നു, ഗംഗാരം മാഷ് ഉണ്ടായിരുന്നു. ഗംഗാരം മാഷൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. എന്നാലും അതൊക്കെ ഓർക്കുമ്പോൾ പറഞ്ഞാലെന്നാണ് നമ്മുടെ മനസ്സിൽ പറഞ്ഞാലെന്നാണ് വളരെയധികം പറഞ്ഞാലെന്നാണ് അന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഒരു ഉൾപ്പൊളവും കൊള്ളാറുണ്ട്. മൂന്നാം മാഷ് പറഞ്ഞാലെന്നാണ് ഇപ്പോൾ പറഞ്ഞാലെന്നാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, വളരെ എപ്പോഴും ഒരു ജോയൽ മൂഡിലാണ് എപ്പോഴും. ഒരു നല്ല ഒരു എവിടുന്ന് കണ്ടാലും ആ ഒരു ആടി ആടി നടക്കുന്ന ഒരു കൈ വീശി നടക്കുന്ന ആ ഒരു രംഗമാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം ധനലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളപ്പോൾ അവിടെ വീട്ടിലിടക്ക് പോയിട്ട് കാണാറുണ്ടായിരുന്നു. നല്ല അന്ന് ഈ ആദരിക്കുന്ന ചടങ്ങിൽ ആകെ വരാതിരുന്നത് എൻ്റെ ഓർമ്മയിൽ നടരാജൻ മാഷ് മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നടരാജൻ മാഷെ വീട്ടിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഷാളണിയിച്ച് ആദരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങിന് വളരെയധികം പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, കുറേ കാലത്തിനിടയിൽ കണ്ണൂർ എസ് എൻ കോളേജിനും അതേപോലെ പ്രത്യേകിച്ച് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും യശസ് ഒന്നുകൂടി ഉയർത്താൻ നമ്മുടെ അനുശ്രീ കാരണമായി എന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആ കുട്ടിയുടെ ജീവിത ബന്ധാവിലും അതേപോലെ പഠിത്തത്തിലും ഈശ്വര കടാക്ഷം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റ് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഗിരീഷ് സാറിനെ പോലെയുള്ള വമ്പന്മാരുള്ളപ്പോൾ അവർ തേങ്ങ ഉടക്കുമ്പോൾ നമ്മൾ ചിരട്ട പൊട്ടിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള ചെറിയ ഒരു കാര്യമാണ് ഇപ്പം ചെയ്യുന്നത്. ആ ഭാനുശ്രീയുടെ തുടർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു തുക, ഒരു 20,000 രൂപ നമ്മളിപ്പം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്നിനും എത്തൂല എന്നറിയാം, കാരണം വലിയ വലിയ കാര്യങ്ങൾക്ക് പോകുന്നതാണ്. എങ്കിലും മനസ്സുകൊണ്ട് സംതൃപ്തമാകാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം മാത്രമാണ്. പിന്നെ ഗിരീഷ് സാറ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് പിന്നെ ബിടെക് കഴിഞ്ഞ് ഇപ്പം ചെന്നൈയിൽ 2-3 കമ്പനിയുണ്ട്, അതൊക്കെ നല്ല തന്നെ. ഇപ്പോൾ ഫിസിക്സ് അലൂമിനി 81 ആകെയുള്ള കുറച്ച് ചങ്ങായിമാരെ കമ്പനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചങ്ങായിമാരെ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷം, എല്ലാവർക്കും ആശംസകൾ. ഫിസിക്സ് സയൻസിൻ്റെ എല്ലാവരും, പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ശ്രീനാരായണ കോളേജ്. ഞാൻ സുരേഷ് ബാബു 82 ബാച്ചാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 82 കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണൂരും വിട്ടു. പിന്നെ അതിന് ശേഷം കേരളത്തിൻ്റെ പുറത്തുമായിരുന്നു. ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാലം കഴിച്ചിട്ട് ഞാൻ ഏതാണ്ട് 4-5 വർഷം മുൻപാണ് കണ്ണൂരിലേക്ക് സ്ഥിരതാമസത്തിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ സീനിയർ ബാച്ച് ഇവരാണ് ഇടയ്ക്കിടെ എസ് എൻ കോളേജിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ നാട്ടിൽ ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ അതിനുശേഷം ഈ ഫിസിക്സ് 77 കണ്ടപ്പോഴാണ് ഇവരെക്കാളും വലിയ വീരന്മാർ രംഗത്തുണ്ടല്ലോ എന്ന് മനസ്സിലായത്. പക്ഷേ ഇവർ ഭയങ്കര ടീമാണ്, നല്ല സ്ട്രോങ് ഇതായിട്ടുള്ള ടീമാണ്. അപ്പം ഇതിന് 2 ദിവസം മുമ്പേ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാനും സന്ദർഭവശാലിൽ അവിടെ എത്തി ഫിസിക്സ് 77 കൂടെ. അപ്പോൾ പത്രക്കാർ ചോദിക്കുമായിരുന്നു പിന്നെ ഇവരുടെ കൂട്ടായ്മയെ പറ്റിയിട്ട് ഇതിനൊക്കെ പറ്റിയിട്ട് പറയുമ്പം ഇവർ 47ാമത്തെ വർഷമാണ് കൂടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം അവർ ഒരത്ഭുതപ്പെട്ട് നിന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമ വന്ന ശേഷമാണ് സാധാരണ ഈ ഗെറ്റ് ടുഗദറും കാര്യങ്ങളും കേരളത്തിൽ വളരെ, പക്ഷേ അങ്ങനെ ഒരു സംഗതി ഇവിടെ പിന്നെ ബീജാഭാവം നടക്കുന്നതിന് എത്രയും മുമ്പ് തന്നെ അപ്പം ക്ലാസ്മേറ്റ്സിൻ്റെ ഒറിജിനൽ ഐഡിയ മൂട്ട് ചെയ്ത ആൾക്കാരാണ് ഇവർ.
അപ്പം അത് ഇപ്പം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എസ് എൻ കോളേജിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമായത്. എന്ന് വെച്ചാൽ എന്ത് ആക്ടിവിറ്റീസിലും വളരെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ചാൾ തിരിച്ചു വന്ന ശേഷം നമ്മുടെ ഒരു സഹപാഠിയുടെ മകൻ്റെ കല്യാണത്തിനാണ് നമ്മൾ 82 പിന്നെ എല്ലാവരും കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ 82 കുറച്ച് ആക്റ്റീവായിട്ടെല്ലാം വരുന്നുണ്ട്. കോളേജിലെ നേരത്തെ നടന്ന ഒരു പരിപാടിയിലും ഇതിലൊക്കെ. അപ്പോൾ ഞാൻ അനുശ്രീയുടെ കാര്യം ഇതിൻ്റെ അകത്ത് ഇട്ടു. അപ്പോൾ അനുശ്രീയുടെ കാര്യം ഇട്ടപ്പം നമ്മുടെ 4-5 സുഹൃത്തുക്കൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും ഒരു ഇൻസ്പയറായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഇവരിവിടെ സംസാരിച്ച പ്രധാന കാര്യം, നമ്മൾ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അലുമിനി കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികളെ ആദരിച്ചപ്പം അതിൽ 98% പെൺകുട്ടികളായിരുന്നു. ആണില്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, അതിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം തന്നെ വിളിച്ചപ്പോൾ ഒരു 4 ആൺകുട്ടികളെ കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി, ആൺകുട്ടികൾ വന്നല്ലോ. പക്ഷേങ്കിൽ പിന്നെ പെൺകുട്ടികൾ നമ്മുടെ പുള്ളി 3 വർഷം മോൻ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികൾ അക്കാഡമിക്കിൽ നന്നായിട്ട് ബ്രൈറ്റായിട്ട് വരുമെങ്കിലും അവർ കരിയറിലേക്ക് എത്തുമ്പം ഈ ഫാമിലി പിന്നെ ബൈൻഡിങ്സും വേറെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കൊണ്ട് അവർ കരിയറിൽ അങ്ങനെ അങ്ങ് ഉയർന്നു പോകുന്ന ഒരു സ്ഥിതി കാണുന്നില്ല. അപ്പം പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കാൻ കുറേ ആൾക്കാരെ വിളിച്ചപ്പോൾ കുട്ടികൾക്ക് ഒന്ന് സംസാരിക്കാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരേണ്ടത് നമ്മൾ ഇതുപോലെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ ഓൾ കേരള ബാലജന സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയുടെ ബാലജന സഖ്യത്തിൽ 5ാം ക്ലാസ് മുതലൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ആ സംസാരത്തിൻ്റെ സ്കില്ല് ഇപ്പം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോയിൻ ചെയ്ത് SBI അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത. അപ്പം ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും പോകും എന്നറിയില്ല. പക്ഷെ നമ്മൾ ചെയ്ത വർക്ക് നമ്മുടെ ഹയറപ്സ് അറിയണം, നമ്മൾ ബാക്കി നമ്മളെ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അതിൽ പ്രധാന പാർട്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എ മസ്റ്റ്. 1974 പ്രീ ഡിഗ്രി C ബാച്ച് എവിടെ മിസ്റ്റർ കൂടെ വി വർ ടുഗെദർ. അന്ന് രാജൻ സാറായിരുന്നു നമ്മൾ AP രാജൻ, പ്രൊഫസർ AP രാജൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ അക്കാഡമിക് ട്രജക്ടറി ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രജക്ടറിയാണ്. കാരണം ഞാൻ ഒരുവിധം നല്ല സ്റ്റുഡൻ്റ് ആണെങ്കിലും കൂടി ഐ ഹാഡ് വെരി മെനി ഔട്ട്സൈഡ് ഇൻട്രസ്റ്റ്. Probably you don't know, I was part of the district ball badminton team. Satish NCC-ലുണ്ടായിരുന്നു, റൈഫിൾ ഷൂട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ പലതും അങ്ങനെ സ്കൂളിലെല്ലാം. ഇപ്പം അതൊന്നും ആർക്കും അറിയില്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ. അപ്പം ഞാൻ 11th ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഞാൻ അങ്ങനെ ഫോർവേഡായിട്ട് ഞാൻ എഴുതും, ഞാൻ ചെയ്യുന്നൊന്നും. ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിങ് എ വെരി ഗുഡ് ഹാപ്പി സ്റ്റുഡൻറ്റ് ലൈഫ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കൂളിലത്തെ അവർ ഹെഡ് മിസ്ട്രസ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ലോക്കൽ ലൈബ്രറി അതോറിറ്റി നടത്തുന്ന ഒരു ഓൾ കേരള റിട്ടൺ പ്രോജക്റ്റിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സമ്മതമൊന്നും ചോദിക്കാണ്ട് ഞാനൊന്ന് എഴുതുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് കൊടുത്തു. ആൻഡ് ദ സ്കോളർഷിപ്പ് ഓർ ദ അവാർഡ് വാസ് കോമൺ ടു ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അപ്പോൾ ഏതായാലും റിസൾട്ട് വന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രോജക്റ്റ് ആയിരുന്നു, ടേക്ക് ഹോം 10 or 15 pages. ഇറ്റ് വാസ് കോൾഡ് ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോഗ്രസ് ഇൻ സയൻസ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഐ ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ് ആൻഡ് അനദർ പേഴ്സൺ ഹു വാസ് ഓൾസോ ഐ തിങ്ക് അഗൈൻ ഗുഡ് ആൻഡ് ഇൻവോൾവ് ഇൻ അക്കാഡമിക്സ്, ഹി ഗോട്ട് ദ സെക്കൻഡ്. ഹി മലയാളത്തിലാണ് എഴുതിയത്. അപ്പോൾ അന്ന് വന്ന ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ടീച്ചർ, ഹി വാസ് എ പ്രസിഡൻസ് ഗോൾഡ് മെഡൽ അവാർഡി ആയിരുന്നു. അപ്പോൾ അവർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഷീ ഹാസ് ടു അപ്പിയർ ഫോർ ദ നാഷണൽ സയൻസ് ടാലൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഞാൻ 3-4 സ്റ്റേറ്റ്സിൽ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും ഈ സയൻസ് ടാലൻറ്റ് എക്സാമിനേഷനൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് നമ്മളെ
Principal was Dr. Senan. Chandrasenan. So then അവർ പറഞ്ഞ് when this thing is scholarship is notified, അപ്പോഴത്തേക്ക് I joined pre-degree. എന്നിട്ട് അത് നോക്കിയപ്പോൾ we had a extremely rigorous examination plus interviews in Trivandrum, and the scholarship was open to only 350 students all over India. It was one of the most prestigious undergraduate scholarships. I think now it goes by the name of KVPY, Kishore Vaidyanik Protsahan Samman. എന്നിട്ട് അത് I wrote, and I got it. I got the All India rank of 37th. അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നും ഇന്നും we have been in touch, fully cooperating with each other. പിന്നെ എനിക്കെല്ലാം വലിയ ബ്ലെസ്സിങ് സതീഷിൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു, എൻ്റെ ഹസ്ബൻഡിനെ പഠിപ്പിച്ചിരുന്നു മട്ടപ്പള്ളി കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാർ എന്നെ പഠിപ്പിച്ചിരുന്നു. ആൻഡ് ഐ ഹാഡ് ദ ഗുഡ് ഫോർച്യൂൺ ടു ടീച്ച് സതീഷ്. ആൻഡ് കഴിഞ്ഞ HOD ഡോക്ടർ ലസീത, ഷീ ടുക്ക് എ PhD വിത്ത് മീ. ഞാൻ MAക്കും പഠിപ്പിച്ചിട്ടുണ്ട്, MPhilനും പഠിപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ MG യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ജോലി, അതുകൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ തിരിച്ച് എല്ലാവരും റിട്ടയർ ചെയ്തിട്ട് നല്ല ഫിസിയയിലെ ഈ ഒരു സന്തോഷം നമുക്ക് വേറെടിയും കിട്ടില്ല. യുനോ മീറ്റിംഗ് ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ബീയിങ് ടുഗെദർ. പിന്നെ ഒരു കാര്യം ഗ്രീഷ്യം പറഞ്ഞതും നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ഒരിക്കലും അതൊരു എന്താ പറയുക, യു കാൺട്ട് അണ്ടർ റേറ്റ് ഇറ്റ്. സി ഇറ്റ്സ് ലാംഗ്വേജ് ഇസ് ലൈക്ക് കറൻസി. ഇഫ് യു ഹാവ് മണി യു ക്യാൻ സ്പെൻഡ് ഇറ്റ്. ഇഫ് യു ഹാവ് വൊക്കാബുലറി, only if you have vocabulary can you speak. And it's only when you can speak and make your thought processes clear to somebody else, or if you want to, you know, share some aspect of knowledge. Knowledge becomes knowledge only not when you keep it to yourself, but when you communicate it to others. So that is the prerequisite for, you know, advancing oneself. അപ്പോൾ ലാംഗ്വേജ് ഇത് പറഞ്ഞ പോലെ ഏത് ഭാഷയായാലും, ഇതിപ്പോൾ ആർക്കും ഭാഷയില്ല, ആരും വായിക്കാറില്ല, ആർക്കും ഭാഷയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാം ഒരുമാതിരി ഒരു കിച്ചടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഒരു യുനോ പുട്ടിങ് ഇറ്റ് ടുഗെദർ വെരി എന്താന്ന് പറയുക, ഒരു അതെ ഇൻ എ ക്രൂഡ് വേ വിതൗട്ട് എനിത്തിങ് യുനോ ആക്ച്വലി ബ്ലെൻഡിങ്. അപ്പം as students you have to be very very conscious of the fact that you have to learn to communicate. You have to learn to come and speak. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. I mean we don't learn to speak overnight. You will be scared, you will have stage fright ഒക്കെ ഉണ്ടാവും. പക്ഷേ you must learn to overcome that, and that can happen only through continuous practice. പക്ഷെ അതില്ലെങ്കിൽ യുനോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു ടു യുനോ മേക്ക് പ്രസൻറ്റേഷൻസ് ആൻഡ് യുനോ കമ്മ്യൂണിക്കേറ്റ് വെൽ ടു അതേഴ്സ്. സോ അതൊക്കെ പറയാനുള്ളൂ. ഐ വിഷ് ദ സ്റ്റുഡൻസ്, ദ സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് all the very best, and I am extremely proud that Satish is the principal of SN College. ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് ഞാൻ I never dreamt ഇങ്ങനെ ഉണ്ടാവും. So thank you. ഞാൻ ഒരു സത്യം കൂടി പറയാം. ഈവൻ ദോ ഐ ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ BTech ഇൻ കൊച്ചി യൂണിവേഴ്സിറ്റി, എന്നെക്കാളും മിടുക്കന്മാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. പക്ഷേ എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഐ വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെരി വെൽ ഇൻ ദ എക്സാംസ്, ഇൻ ദ പേപ്പേഴ്സ് ആൻഡ് ഇൻ ദ വൈവ. ബിക്കോസ് എല്ലാവരും ഞങ്ങൾ 18 പേരായിരുന്നു. 18 പേരും ഈ തമിഴ്നാട് ആൻഡ് കേരള യൂണിവേഴ്സിറ്റി എല്ലാം നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം എനിക്ക് കിട്ടാൻ കാരണം ബിക്കോസ് ഓഫ് മൈ ലാംഗ്വേജ് സ്കിൽ. സോ അത് ഇപ്പോൾ പറയുവാണ്, കാരണം എന്നെക്കാളും മിടുക്കന്മാർ ഉണ്ടായിട്ടും എനിക്ക് കിട്ടാൻ കാരണം അതാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും ഐ മീൻ ടു മാനുഫാക്ചറിങ് സം പ്രോഡക്റ്റ് ആൻഡ് വാണ്ട് ടു സെൽ. So if I don't go and convince the buyer
that this is the product best suited for them, I'll be a failure. So our communication importance, please understand, and especially you boys, please understand and make yourself strong. Otherwise, our academic brilliance will fade away. ഇത്തരം പരിപാടിയൊക്കെ തുടങ്ങാൻ പറ്റിയെങ്കിലും ആദ്യമായി തന്നെ നന്ദി പ്രകടനം തുടങ്ങുകയാണ്. ശ്രീമാൻ ഡോക്ടർ സതീഷ് അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം വളരെ ബിസി ഷെഡ്യൂളുള്ള ഒരാളാണ്. എന്നാലും അല്പം വൈകിയെങ്കിലും വളരെ സമയത്തിന് തന്നെ എത്തി. പ്രിൻസിപ്പൾ അവരോട് നമ്മൾ നന്ദി പറയുകയാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ് 77 അല്ലെങ്കിൽ എവൻസി ട്രസ്റ്റിൻ്റെ എന്ത് കാര്യത്തിനായാലും ഇവിടെ പോയാൽ SM കോളേജിൽ പോയാൽ തീർച്ചയായിട്ടും പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് പലപ്പോഴും ചായ പോലും നിന്ന് സൽക്കരിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. രണ്ടാമതായി രമ്യ മാഡമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം രവീഷിനോട് ഞാൻ ഇടയ്ക്ക് പറയും, നമുക്കൊരു നോട്ട് ബുക്കും കൂടി പോയാൽ കോളേജ് സ്റ്റുഡൻ്റ് ആവാം. ആ രീതിയിലാണ് അവിടെ പോകുന്നതും വരുന്നു. എപ്പോൾ പോയാലും എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടി സമയങ്ങൾ ചിലവാക്കുന്നുണ്ട്. അവരോട് നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് മിസ്റ്റർ വിപിനാണ്. ഞാൻ മിസ്റ്റർ വിപിനെ കുറിച്ച് എന്നും പറയുന്നത് യു ആർ എ സൈലൻറ്റ് ക്രിയേറ്റർ എന്ന് പറയും. കാരണം എല്ലാ കാര്യത്തിനും പിന്നിലുണ്ടാവും, പക്ഷേ അദ്ദേഹം മുന്നിലേക്ക് വരാൻ ഒത്തിരി മടി കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ SNCPൻ്റെ ഭാരവാഹികളായ സുരേഷ് ബാബു, സതീഷ് കുമാർ ഇവിടെയുണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പല കാര്യങ്ങളിലുണ്ട്. ഈവൻ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് നടത്തുന്ന അവിടെ പോലും സുരേഷ് ബാബു സാർ വന്ന് ഞങ്ങളെ സഹായിച്ചു. ഇവർ രണ്ടുപേരെയും ഈ അസോസിയേഷനുകളെയും വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇവിടെ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്. ഇവർ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ഒരു കാര്യം കൂടി കുട്ടികൾ ശ്രദ്ധിക്കണം. ഈ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നമ്മുടെ വിജയത്തിന് നമ്മൾ വളരെ കഠിനമായി അധ്വാനിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മറ്റുള്ള കാര്യങ്ങൾ, ടാലൻസ് ഇവയൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഒരു കീ റോളാണ്. ഗിരീഷ് നേരത്തെ പറഞ്ഞ പോലെ ഗിരീഷിനേക്കാളും മിടുക്കന്മാർ പലരിക്കും ഉണ്ടായെന്നും ഗിരീഷിൻ്റെ എളിമ കൊണ്ട് പറഞ്ഞതാണ്. ഗിരീഷൻ മിടുമിടുക്കനാണ്, യാതൊരു സംശയമില്ല. ഞാനും ഗിരീഷിനും പ്രീ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഒന്നിച്ച് പഠിച്ചവരാണ്. അതുകൊണ്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ്. അവർക്കൊക്കെ തന്നെ ഗിരീഷിനും കുടുംബമാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസോസിയേഷൻ്റെ നിലനിൽപ്പിൻ്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ കുബേരന്മാർ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ആദ്യമായി നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലർക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണയുള്ള ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു ഗുണം കണ്ടത് വളരെ നല്ല രീതിയിൽ ജനറസ് ആയിട്ട് എല്ലാവരും ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഒരു പൈസ പോലും മിസ്യൂസ് ചെയ്യാതെ ഞങ്ങൾ ഉപയോഗിക്കും എന്നിവിടെ ഗ്യാരണ്ടി പറയാൻ ഉപയോഗിക്കുകയാണ്. എല്ലാ ഫിസിയ 77 അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അവരുടെ മറ്റുള്ള എക്സ്റ്റൻഡഡ് ഫാമിലീസിനും നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പോൾ മീഡിയ ഇവിടെ എത്തിയിട്ടുണ്ട്. മീഡിയക്കാരോടും നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ ഈ ഹോൾ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാക്ക് ഞാൻ ഇതായിപ്പോയില്ല. ഈ ഫിസിയ 77 ഫൈനാൻഷ്യൽ ബോർഡ് ഗിരീഷിനാണെങ്കിൽ അതിൻ്റെ പ്രവർത്തന ബോർഡ് രവീഷിനാണ്. രവീഷിനെ വളരെ സുസ്ഥിരമായ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. പിന്നെ ഈ മെമൻറ്റോ വാങ്ങിയത് ഞാനും രവീഷിനും ആയതുകൊണ്ട് രവീഷിനൊരു മെമൻറ്റോ ഒളിച്ച് വാങ്ങണ്ട എന്ന് വിചാരിച്ച് വാങ്ങാതിരുന്നതാണ്. ഹി ഡിസേർവ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല ഭാവി നേർന്നുകൊണ്ട് നമസ്കാരം. അഡ്ജോൺ ഫോർ